വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? നിങ്ങളുടെ സ്വന്തം ജുനുസാർ വന്നിരിക്കുന്നത് പാത്ത് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ എന്നുള്ള ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് വെറും 45 മിനിറ്റിൽ ഒരു റിവിഷൻ ആയിട്ട് മാത്രമാണ് എൻ്റെ മക്കൾ ഇത് കാണേണ്ടത്. ആദ്യം നമ്മൾ ലൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ മക്കളെ നേരെ നമ്മളെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ മക്കളെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിട്ട് ഈ ജുനുസാർ നിങ്ങളെ സ്നേഹം അറിയിക്കുക. അപ്പോൾ നേരെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മക്കൾക്ക് പഠിക്കേണ്ടത് സൂപ്പർ ബഗ്സ് എന്താണെന്ന് പഠിക്കണം. സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻറ്റിബയോട്ടിക്കിനെ എതിർക്കാൻ, പ്രതിരോധിക്കാൻ കഴിയുന്ന പാത്തജൻ രോഗാണുക്കൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ബഗ്സ്. അത് ഓർത്തു വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എൻ്റെ മക്കൾ ഓർത്തു വെക്കേണ്ടതാണ് എന്ത്? ആദ്യമായി ഓർത്തു വെക്കേണ്ടതാണ് ഫസ്റ്റ് രണ്ട് തിയറീസ്, രണ്ട് സിദ്ധാന്തങ്ങൾ നമുക്ക് പഠിക്കാല്ലേ. ഒന്നാണ് ലാമാർക്കിസം, രണ്ടാണ് ഡാർവിനിസം. അതിൽ ആദ്യത്തെയാണ് ലാമാർക്കിസം. ലാമാർക്കിസത്തിന് വേറെ പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ, സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. ലാമാർക്കിസത്തിന്റെ വേറെ പേരാണ് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. അടുത്തതാണ് മക്കളെ, ഈ ലാമാർക്കിസം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. എന്താണ്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അദ്ദേഹം എന്താ പറഞ്ഞത്? പണ്ട് കാലത്തെ ജിറാഫുകൾക്ക് ഷോർട്ട് ചെറിയ കൗത്തുകളായിരുന്നു. അങ്ങനെ അവർക്ക് ഫുഡ് കിട്ടാതായി, ഫുഡ് സ്കാർസിറ്റി ഉണ്ടായപ്പോൾ ഇവർ എന്തായി? കഴുത്ത് നീട്ടാൻ തുടങ്ങി. അങ്ങനെ കഴുത്ത് നീട്ടി സ്ട്രെച്ച് ചെയ്തു അവർക്ക് എന്തായി? നല്ല നീളം കൂടിയ കൗത്തുകൾ ഉണ്ടായി എന്നാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. അതായത് അക്വേർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു വേർഡ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അക്വേർഡ് ക്യാരക്ടർ? നമുക്കറിയണ്ടേ. അക്വേർഡ് ക്യാരക്ടർ പറഞ്ഞാൽ എ ക്യാരക്ടർ ഡെവലപ്പിംഗ് ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് എൻ ഓർഗാനിസം. ഒരു ജീവി അവരുടെ ജീവിതകാലത്ത് ആർജിച്ചെടുക്കുന്ന സ്വഭാവമാണ് അക്വേർഡ് ക്യാരക്ടർ. ലാമാർക്ക് എന്ന് പറഞ്ഞത് അതായത് സാറ് ജീവിതത്തിൽ നേടിയെടുത്തതാണ് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ പാട്ട് പാടാൻ. അപ്പം അതിന് പറഞ്ഞ പേര് എൻ്റെ ജീവിത ടൈമിൽ ഞാൻ നേടിയെടുത്തല്ലേ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക. അതിൻ്റെ കുട്ടിക്കും ജനിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ കഴിയണമെന്നുണ്ടോ? ഇല്ല. എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ നേടിയെടുത്തത് എനിക്കേ കിട്ടുള്ളൂ. അക്വേർഡ് ക്യാരക്ടർ ഉണ്ടാവുന്ന ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. അക്വേർഡ് ക്യാരക്ടർ ആർജിത സ്വഭാവം വരും തലമുറയിലേക്ക് കൈമാറുന്നതാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. എന്നാൽ ഈ ലാമാർക്കിസം എല്ലാവരും തള്ളിക്കളയാൻ കാരണം ലാമാർക്കിസം അക്വേർഡ് ക്യാരക്ടർ ഉണ്ടാവില്ല. ഡു നോട്ട് ഇംപാർട്ട് ചേഞ്ച് ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് എൻ ഓർഗാനിസം. അതുകൊണ്ട് എന്താ? ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അതായത് എന്താ? ജനിത ഘടനയിൽ എന്തുണ്ടാ? മാറ്റം വരുത്തൂല. ഏത്? ആർജിത സ്വഭാവം. അതുകൊണ്ട് എന്താവും? പാരമ്പര്യമായിട്ട് എന്താവില്ല, കൈമാറൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലാമാർക്കിസം എല്ലാവരും എന്തായി? തള്ളിക്കളഞ്ഞു. ഇത്ര മക്കൾക്ക് സെറ്റല്ലേ? അപ്പോൾ ഇനി അടുത്തതാണ് ഡാർവിനിസം. ഡാർവിനിസത്തിന്റെ വേറെ പേരെന്താടാ? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ആ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കണ്ടുപിടിച്ച ആളുടെ പേരാണ് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ 22-ാം വയസ്സിൽ HMS ബീഗിൾ എന്ന കപ്പലിൽ ഭൂപട നിർമ്മാണത്തിനായി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഗാലപ്പഗോസ് ഐലൻഡ്, ഗാലപ്പഗോസ് ദ്വീപിലേക്കാണ്. ആ ദ്വീപിൽ പോയ സമയത്ത് അദ്ദേഹം ഒരുപാട് ജീവികളെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെ? ഫിഞ്ചസിനെ, കുരുവികളെ കണ്ട്. ആ ഫിഞ്ചസിന്റെ എന്തിലെ വ്യത്യാസം? ബീക്ക്, അവരുടെ എന്താണ്? കൊക്കുകളിലെ വ്യത്യാസമാണ്. അതായത് അദ്ദേഹം അവിടെ ഒരുപാട് ജീവികളെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് 14ഓളം വ്യത്യസ്തമായ കുരുവികൾ അദ്ദേഹം അവിടെ നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രധാനമായും ഒന്നാണ് കാക്ടസ് ഈറ്റേഴ്സ്, അതായത് കള്ളിമുൾ ചെടി ഉണ്ടല്ലോ, കാക്ടസ്, അതിന് തിന്നുന്ന കുരുവികൾ. ഒന്നാണ് ഇൻസെക്റ്റ്, പ്രാണികളെ തിന്നുന്ന കുരുവികളുണ്ട്. എന്താണ്? സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ഉണ്ട്. അങ്ങനെ 3 തരം കുരുവികളെ നമുക്ക് പഠിക്കാമല്ലോ. 14 തരം കുരുവികൾ അദ്ദേഹം അവിടെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് 3 പഠിക്കാം. ഇതിൻ്റെ ഒക്കെ വ്യത്യസ്തമായ കൊക്കുകൾ നോക്കിക്കോ. ഇവരെ നോക്കിക്കോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇവർക്കൊരു ആൻസിസ്റ്റർ ഉണ്ട്, പൂർവികൻ ഉണ്ട്. ആ പൂർവികൻ എന്ന് പറഞ്ഞാൽ ആൻസിസ്റ്റർ. ഇവരെ പോലെയാണോ ഇവരൊക്കെ കൊക്കുള്ളത്? അല്ല. അതിന് കാരണം ഒരു വ്യത്യസ്തമായ ഭക്ഷണമല്ലേ. അപ്പോൾ ഡാർവിൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവർ വ്യത്യസ്തമായ ഭക്ഷണത്തിലേക്ക് മാറിയത് എന്ന് ഡാർവിൻ ചിന്തിച്ചപ്പോഴാണ് ഡാർവിൻ്റെ മനസ്സിലേക്ക് ഒരാൾ വന്നത്. ആ ഡാർവിൻ്റെ മനസ്സിലേക്ക് വന്ന ആളെ പേരാണ് തോമസ് മാൽത്തൂസ്. എന്താണ്? തോമസ് മാൽത്തൂസ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ? ജനങ്ങളിൽ, ഹ്യൂമണിൽ ഓവർ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് കിട്ടാതാവും. അപ്പം 3 കാര്യങ്ങൾ അവിടെ നടക്കും: പോവർട്ടി, ഡിസീസ്, വാർ. ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏത്? ദാരിദ്ര്യം, രോഗം, യുദ്ധം. അതായത് മനുഷ്യന്മാർ, കുരുവികളെ കേസല്ല, മനുഷ്യന്മാരിൽ അമിതോൽപാദനം, ഓവർ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ: പോവർട്ടി, ഡിസീസ്, വാർ. ദാരിദ്ര്യം, യുദ്ധം, പിന്നെന്തുണ്ടാവും? രോഗം. ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഡാർവിൻ എന്തായി? ഡാർവിൻ ഒരു തിയറി ഉണ്ടാക്കി. ഡാർവിൻ്റെ തിയറിൻ്റെ പേരാണ് ഡാർവിനിസം. അതിന് പ്രധാനമായും 5 സ്റ്റെപ്പുകളാണ്. ഒന്നാണ് അമിതോൽപാദനം, ഓവർ പ്രൊഡക്ഷൻ. 2 വേരിയേഷൻ, വ്യതിയാനം. 3 സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. 4 സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. 5 നാച്ചുറൽ സെലക്ഷൻ.
ഇതിലെ ആദ്യത്തേതാണത് ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം. രണ്ടാമത്താണ് വേരിയേഷൻ, അതായത് അവിടുത്തെ കുരുവികൾ 3 കാര്യങ്ങളിൽ ഇനി വ്യത്യസ്തരായത്. മനുഷ്യന്മാരെല്ലാവരും ഒരേപോലെയാണോ? അല്ല. അതുപോലെ ആ ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികളും 3 കാര്യത്തിൽ വ്യത്യസ്തരായി. സൈസ്, ഇമ്മ്യൂണിറ്റി, സീഡ് പ്രൊഡക്ഷൻ, അതായത് വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം. ഇവരൊക്കെ എന്തിനി വ്യത്യസ്തരായി. അപ്പോൾ ഇവരെന്തായി? അമിതോൽപാദനം മൂലം ഇവരെന്തായി? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അവരവിടെ നിലനിൽപ്പിനായി മത്സരം തുടങ്ങി. കാരണം അവിടെ എന്താണ് ഓവർ പ്രൊഡക്ഷൻ കാരണം അവർക്ക് 3 കാര്യങ്ങൾ കിട്ടാതായി. ഏതൊക്കെ 3 കാര്യങ്ങൾ? ഒന്ന് ഫുഡ്, ഷെൽട്ടർ, മെയ്റ്റ്സ്, അതായത് ഭക്ഷണം, സ്ഥലം, ഇണകളെ കിട്ടാതായി. അമിതോൽപാദനം മൂലം എന്തായി? ഓവർ പ്രൊഡക്ഷൻ കാരണം ഈ 3 കാര്യങ്ങൾ കിട്ടാതായപ്പോൾ ഇവർ തമ്മിൽ എന്തായി? കോമ്പറ്റീഷൻ നടത്തി. ആ കോമ്പറ്റീഷന് മെന്റൽ വിളിച്ച പേരാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായുള്ള മത്സരം. അപ്പൊ നോക്കിക്കോ മക്കളെ, ഒരു സൈസ് കൂടിയ കുരുവിയും സൈസ് കുറഞ്ഞ കുരുവിയും തമ്മിൽ മത്സരിച്ചാൽ ആരവിടെ ജയിക്കാം? സൈസ് കൂടുതലല്ലേ? ഓരെന്താണ്? ഫേവറബിൾ വേരിയേഷൻസ്, അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവരെന്തായി? നിലനിന്നു. അനുകൂലം പറഞ്ഞാൽ തടി കൂടിയ കുരുവിയും തടി കുറഞ്ഞ കുരുവിയാണെങ്കിൽ തടി കൂടിയനല്ലേ ഫേവറബിൾ, അനുകൂലം. അവിടെ വിളിക്കുന്ന പേരാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, അർഹതയുള്ളവരുടെ അതിജീവനം. അങ്ങനെ തടി കൂടിയ കുരുവി നിലനിൽക്കുന്നു. അങ്ങനെ അവരെന്തായി? കൂടുതൽ എന്തായി? സന്താനങ്ങളെ പ്രത്യുൽപാദനം നടത്തി. ഒരുപാട് കുട്ടികളുണ്ടായി. അങ്ങനെ ഇവരെല്ലാവരും സെലക്ട് ചെയ്തത് ആരാ? നാച്ചുറലേ. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റെപ്പിന് വിളിക്കുന്ന പേരാണ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർധാരണം. ഇതോടുകൂടെ ഡാർവിനിസം കഴിഞ്ഞു. ഓക്കെ, ഇത്ര മക്കൾക്ക് സെറ്റല്ലേ? അടുത്തതാണ് നിയോ ഡാർവിനിസം. പറഞ്ഞാൽ നമ്മൾ ഡാർവിൻ്റെ തിയറി ഇല്ല, ഡാർവിനിസം. അതൊക്കെ 3 ഫീൽഡ്, 3 പഠന മേഖല അറിവുകൾ എന്താക്കി? ഡാർവിനിസത്തിലേക്ക് ആഡ് ആക്കിയത് ഏതൊക്കെ? ഒന്നാണ് പോപ്പുലേഷൻ ജെനറ്റിക്സ്, 2 പാലിയന്റോളജി നമ്മൾ ഫോസിലില്ലേ നമ്മുടെ ഭൂമിയിൽ നിന്നൊക്കെ എടുക്കുന്ന പാലിയന്റോളജി. 2 എൻവയോൺമെന്റൽ സയൻസ്, അതായത് പരിസ്ഥിതി ശാസ്ത്രം. പിന്നെ പാലിയന്റോളജി, പോപ്പുലേഷൻ ജെനറ്റിക്സ്, നമ്മുടെ ജെനറ്റിക്സിലെ DNA, ജീന്, ആ ഒരു മേഖലയിലുള്ള അറിവുകളൊക്കെ ഡാർവിനിസത്തിലേക്ക് ആഡ് ആക്കി എന്താണ്? ഡാർവിനിസത്തിലേക്ക് കൂട്ടിച്ചേർത്തതിനെ വിളിക്കുന്ന പേരാണ് നിയോ ഡാർവിനിസം. ഇനി അടുത്തതാണ് ഡാർവിനിസവും ലാമാർക്കസും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് മക്കളെ. അപ്പം എൻ്റെ മക്കൾ കൃത്യമായി കേൾക്കുക. ലാമാർക്കസത്ത് എന്ന് പറഞ്ഞേ ജിറാഫിന് ആദ്യ കാലത്ത് എന്തേനി? ഷോർട്ട് നെക്കേനി അല്ലേ, ചെറിയ കൗത്തുകളേനി. എന്നാൽ ഡാർവിനിസം എന്താ പറഞ്ഞേ? ജിറാഫിനൊക്കെ കൗത്ത് നീണ്ടിട്ടേനി, പക്ഷെ എന്തേനി? ലെങ്ത്, നീളത്തിലേനി വ്യത്യാസം എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത് നോക്കുന്ന സമയത്ത് എന്താ? ഫുഡിന് വേണ്ടി ഓനെന്തായി? സ്ട്രക്ചർ ചെയ്തു എന്ന് പറഞ്ഞു. ഓനെന്താണ്? സ്ട്രക്ചർ ചെയ്തു, നീളം കൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഡാർവിനിസത്തിൽ എന്താ പറഞ്ഞേ? അവർക്കൊക്കെ ആദ്യം എന്തുണ്ടായി? കൗത്ത് നീണ്ട കുരുവികൾ, ജിറാഫുകൾ എന്തായി? അവിടെ ഫുഡിന് വേണ്ടി കോമ്പറ്റീഷനിലായി. ഒരു മാത്രം സർവൈവ് ചെയ്തു. സർവൈവ് ചെയ്തു, അതായത് കൗത്ത് നീളം കൂടിയതും കുറഞ്ഞതും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് മുകളിൽ മാത്രം കിട്ടും, ആര് മാത്രം നിലനിൽക്കും? കഴുത്തിന് നീളം കൂടുതൽ ലോങ്ങർ നെക്കിൽ മാത്രം നിലനിൽക്കൂലേ? മറ്റുള്ളെന്തായി? സർവൈവ് ചെയ്യാതെ അവിടെ എന്തായി? ഡെസ്ട്രോയ് ചെയ്തു, നശിച്ചു പോയത് കണ്ടു. ഓക്കെ, അടുത്തതാണ് മക്കളെ ലാമാർക്ക് പറഞ്ഞത്. ഒരു സ്ട്രക്ചർ ചെയ്ത് ഓർക്ക് നീളം കൂടി എന്ന് പറഞ്ഞു. അപ്പം എന്തായി? ഈ കൗത്ത് നീണ്ടത് മാത്രമല്ല അവിടെ സർവൈവ് ചെയ്ത് ഓരെന്തായി? പുതിയ സ്പീഷീസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓരെന്തായി? ഒരു ന്യൂ സ്പീഷീസ് ആയി തന്നെ അവിടെ നിലനിന്നു എന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ ഇവരിലൊക്കെ വേരിയേഷന് കാരണം നാച്ചർ, എൻവയോൺമെന്റ് ആണെന്ന് പറഞ്ഞു. ഏത് ഓർഗാനിസത്തിൽ? എന്നാൽ നാച്ചുറൽ എന്താ ചെയ്യുന്നത്? എൻവയോൺമെന്റ് സെലക്ട് ചെയ്യുന്ന ആളാണ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ സാറിന് ലൈവിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് എവല്യൂഷൻ്റെ ലൈവിലെ ആദ്യ പാർട്ടിൻ്റെ മക്കൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ നമ്മൾ റിവിഷൻ ആയിട്ടാണോ മക്കളെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് ഈ പരിണാമം. ആധുനിക കാലത്ത് നമ്മൾ ഈ മോഡേൺ വേൾഡിൽ ഈ പരിണാമം എങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡിലൊക്കെ സഹായിക്കുക? ഒന്നാണ് എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ, 2 പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഇത് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഇത്ര മക്കൾക്ക് സെറ്റല്ലേ? ഇനി അടുത്തതാണ് പരിണാമ വൃക്ഷം, എവല്യൂഷണറി ട്രീ. അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കി, ബാക്ടീരിയ, ആർക്കിയ, പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചെ, അനിമേലിയ. നോക്കിക്കോ, ബാക്ടീരിയ ഇവരൊക്കെ എന്താണ്? കിണ്ടങ്ങളാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും 6 കിണ്ടങ്ങളിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിലെ 6ാം ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ 3 ഡൊമൈൻ്റെ കീഴിലാണ്. ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ യൂക്കാരിയ. ഇതിൽ നോക്കുന്ന സമയത്ത് മക്കളെ ഫഞ്ചെ, അനിമേൽ നോക്കുന്ന സമയത്ത് ഇവിടെ റെഡ് ഡോട്ട് കണ്ടങ്ങൾ, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? MRCA. എന്താണ് MRCA? എന്താണ് LUCA ചോദിക്കും. MRCA എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ. LUCA എന്താ? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. പറഞ്ഞാൽ എൻ്റെ മക്കൾ നോക്കി, ഇവരെല്ലാവരും ഉണ്ടായത് ഇവിടുന്നല്ലേ? അതായത് ഈ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ജീവി അത് ഏതാണെന്ന് അറിയില്ല. ഭൂമിയിൽ ആദ്യം ഉണ്ടായ ജീവിയെ വിളിക്കണേ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ വേർഡാ. അതായത് ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവി ഉണ്ടെങ്കിൽ അതിന് വിളിക്കണ പേരാണ് LUCA. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, സാർവത്രിക പൊതുപൂർവികൻ.
അവസാനത്തെ സാർവത്രിക പൊതുപൂർവികൻ, LUCN ഫുൾ ഫോം. അടുത്ത MRC എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടുത്ത പൊതുപൂർവികൻ, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ. ഇനി നമ്മൾ നേരെ പോകണമെന്ന് നോക്കിക്കോ, സ്പീസിയേഷൻ എന്നാ. ഇത് ഇമ്പോർട്ടൻ്റ് ആ മക്കളെ. സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോമൺ ആൻസിസ്റ്റർ പൊതുപൂർവികൻ പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുന്ന വിളിക്കുന്ന പേരാണ് എന്ത്, സ്പീസിയേഷൻ. ദ പ്രോസസ് formation of new species from a common ancestor is called speciation. ഒരു പൊതുപൂർവികളിൽ നിന്ന് സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് സ്പീസിയേഷൻ. ഈ ഭൂമിയിൽ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. എന്താ ജൈവ വൈവിധ്യം പറഞ്ഞാൽ, ഈ ഭൂമിയിൽ മനുഷ്യന്മാർ മാത്രമല്ല, മൃഗങ്ങൾ, സസ്യങ്ങൾ, മൈക്രോ ഓർഗാനിസം, പക്ഷികൾ, ഇഴജന്തുക്കൾ ഒക്കെ അല്ലേ, ഇവരൊക്കെ ഉണ്ടാവാൻ കാരണം ഏത് പ്രോസസ്സാണ്, സ്പീസിയേഷൻ ആണെന്ന് പറയുന്നത്. ഇത്രയും മക്കൾക്ക് സെറ്റല്ലടാ. ഇനി നമ്മൾ അടുത്തതാണ് സ്പീസിയേഷൻ്റെ സ്റ്റെപ്സ്. സ്പീസിയേഷൻ്റെ സ്റ്റെപ്സ് നോക്കിക്കോ. ഈ ഓഫ്സ്പ്രിങ്സ്, സന്താനങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, വേരിയേഷൻസ് പറഞ്ഞാൽ നമ്മൾ കുരുവികളുടെ കേസിൽ കുരുവികളൊക്കെ ഒരേപോലെ തന്നെയോ അല്ല, കുറച്ച് കുരുവികൾ സൈസ് കൂടിയതാ, കുറച്ച് കുരുവികൾ സൈസ് കുറഞ്ഞതാ, എന്നാൽ ഓരോ എന്ത് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ്, പ്രത്യുൽപാദനം നടത്തിനി. Although the members of population can produce offsprings with differences through reproduction, they are remain as a single species. ജീവഗണത്തിൽ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, വ്യതിയാനങ്ങൾ ഉള്ളവയുണ്ടെങ്കിലും ഓലെന്തായിനി പ്രത്യുൽപാദനം നടത്തിനി, ഓലെന്തേനി കുരുവികൾ തന്നെയിനി. അപ്പോഴാണ് ഓല് എന്തായത് ഐസൊലേറ്റ് പറഞ്ഞാൽ എന്താ, ഓല് പരസ്പരം വേർപിരിഞ്ഞു. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം, ഒന്നാണ് എക്കോളജിക്കൽ, അല്ലെങ്കിൽ എന്താ അതർ ഫാക്ടേഴ്സ്, ഏതെങ്കിലും ആവാം, മ്യൂട്ടേഷൻ ആവാം, നാച്ചുറൽ സെലക്ഷൻ ആവാം. ഇവരെന്തായി വേർപിരിഞ്ഞു. അതായത് കുരുവികൾ ഒരേ കൂട്ടിൽ നിൽക്കിയിരുന്നു, ഒരേ കൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഗാലപ്പഗോസ് ദ്വീപിൽ ഒരേപോലെ നിൽക്കേനി. അപ്പോഴല്ല അവിടെ എന്തായത് ഫുഡ് സ്കാർസിറ്റി, ഭക്ഷണം കിട്ടാതായത്. അപ്പോൾ ഓരോ കുരുവികൾ എന്തായി ഐസൊലേറ്റ് ചെയ്തു. കുറച്ച് കുരുവികൾ ആ ഭാഗത്തും കുറച്ച് കുരുവികൾ ഈ ഭാഗത്തും ആയിട്ട് എന്തായി ഐസൊലേറ്റ് ചെയ്തു, വേർപിരിഞ്ഞു. അങ്ങനെ വേർപിരിഞ്ഞ സമയത്ത് ഏതൊക്കെ ഭാഗത്ത് കാണോ പോയത് കുരുവികൾ, അതിനനുസരിച്ച് വലിയ എന്തായി ഒരുപാട് വേരിയേഷൻസ്, സെവറൽ വേരിയേഷൻസ് ആയി അക്യുമുലേറ്റ് ചെയ്തു ഓരോ ബോഡിയിലുണ്ടായി. അപ്പോൾ ഓൾക്ക് എന്തായി പരസ്പരം പിന്നെന്തായി ഓരോ കുരുവിക്ക് മറ്റേ കുരുവിയായിട്ട് എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ, അനേബിൾ ടു റീപ്രൊഡ്യൂസ് ന്യൂ ഓഫ്സ്പ്രിങ്സ്. ഓൾക്ക് എന്താ ഒരു കുരുവിക്ക് വേറെ കുരുവിയായിട്ട് എന്താ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ എന്താണ് ഓരോ സ്പീഷീസ് ആയിട്ടുണ്ട്. സാർ ഇത് ഡീറ്റെയിൽ ആയിട്ട് കുരുവികളൊക്കെ വെച്ചിട്ട് എക്സാമ്പിൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ മക്കൾ അത് നോക്കുക. അപ്പോൾ ഇത് റിവിഷൻ ആയിട്ട് തന്നെയാണ് കേട്ടോ മക്കളെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇത് മാത്രം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് റിവിഷനായിട്ട് എൻ്റെ മക്കൾക്ക് ചെയ്യണേ. അപ്പോൾ ഇത് മാത്രം കേട്ട എൻ്റെ മക്കൾക്ക് ചിലപ്പം കത്തണമെന്നില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ആ ലൈവ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ MS-ൻ്റെ നമ്മൾ ലൈവ് എൻ്റെ മക്കൾ എന്തായാലും ഈ ഭാഗം ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, സംശയമുള്ള ഭാഗങ്ങൾ കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കിൻ്റെ കാര്യം മറക്കണ്ട. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് എന്ത്, എവിഡൻസ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിൻ്റെ തെളിവുകൾ. ഒന്നാണ് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് DNA ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ്, രണ്ട് അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. മോളിക്കുലർ ബയോളജി രണ്ട് സീക്വൻസ്, ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ്, അമിനോ ആസിഡിൻ്റെ സീക്വൻസ്. അതായത് ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണം, അമിനോ ആസിഡിൻ്റെ ക്രമീകരണമാണ് ഇവിടെ എന്താണ് പഠന വിധേയമാക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലൊരു പ്രോട്ടീൻ ഉണ്ടാക്കിയതിനോടാ, അമിനോ ആസിഡിനോടാ. ആ ശരീരത്തിലെ പ്രോട്ടീൻ ഉണ്ടാക്കിയ പ്രോട്ടീൻ എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയത് ബീറ്റ ചെയിൻ, ആൽഫ ചെയിൻ, ബീറ്റ ശൃംഖല, ആൽഫ ശൃംഖല. അല്ലെങ്കിൽ ബീറ്റ ശൃംഖല അമിനോ ആസിഡിൻ്റെ കൗണ്ടും ചിമ്പാൻസി ആയി നോക്കുന്ന സമയത്ത് എന്താ ഒരു മാറ്റമില്ല. എന്നാൽ ഗൊറില്ലേ 1, എന്നാൽ റാറ്റോ 31. ഇത് നമുക്ക് എന്ത് മനസ്സിലായി, മനുഷ്യന് ചിമ്പാൻസി എന്തുണ്ട് പരിണാമമായിട്ട് ബന്ധമുണ്ട്, എവല്യൂഷൻ റിലേഷൻഷിപ്പ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഏത് പഠനത്തിലൂടെ മനസ്സിലായത്, മോളിക്കുലാർ ബയോളജി. ഇതിൻ്റെ മക്കൾക്ക് സെറ്റല്ലേ? ഇനി അടുത്തതാണ് കമ്പാറ്റീവ് അനാട്ടമി. കമ്പാറ്റീവ് അനാട്ടമിയിൽ 4 കാര്യങ്ങളാണ് നോക്കണേ. ഒന്ന് നോക്ക് 4 limbs ഓഫ് ഹ്യൂമൻ ആൻഡ് കാറ്റ്. അതായത് മനുഷ്യൻ്റെ പൂച്ചൻ്റെ എന്താണ് മുൻകാലുകൾ എടുത്തു, അതേപോലെ വവ്വാലിൻ്റെ ചിറകുകൾ എടുത്തു, തിമിംഗലത്തിൻ്റെ ഫ്ലിപ്പർ തുഴയുന്നത് എടുത്തു. ഇത് എടുക്കുന്ന സമയത്ത് ഇവർ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് മനുഷ്യൻ്റെയും പൂച്ചൻ്റെയും നമ്മളെ വവ്വാലിൻ്റെയും തിമിംഗലത്തിൻ്റെ ഒക്കെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ സ്ട്രക്ചർ സെയിം ആണോ, ബാഹ്യഘടന ഒരേപോലെയാണോ? അല്ല. എന്നാൽ ആന്തരിക ഘടന ഇവരെന്താ ഉൾഭാഗം എന്താ ഒരേപോലെയാണ്. ഇങ്ങോട്ട് നോക്ക്, ഇവരൊക്കെ ഉൾഭാഗം എന്താ ഒരേപോലെയാണ്. അത് നമുക്ക് എന്തു മനസ്സിലായി, മനുഷ്യനാവട്ടെ, പൂച്ചകളാവട്ടെ, അതേപോലെ വവ്വാലാവട്ടെ, തിമിംഗലമാവട്ടെ, വെയിലാവട്ടെ, ഇവരെല്ലാം ഉണ്ടായത് ഒരു കോമൺ ആൻസിസ്റ്റർ, ഒരു പൊതുപൂർവികളിൽ നിന്നാണെന്ന് മനസ്സിലായി. അത് ഏത് സ്റ്റഡിയിലൂടെ, കമ്പാരിറ്റീവ് അനാട്ടമി, ആന്തരഘടനയിലെ താരതമ്യത്തിലൂടെ മനസ്സിലായത്. ഇനി മൂന്നാമത്താണ് മക്കളെ ഫോസിൽ പഠനം. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇതാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. എന്താണ് ഫോസിൽ? ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ട്രേസസ് ഓഫ് ആൻഷ്യന്റ് ഓർഗാനിസം. പുരാതന കാലത്ത് ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിൽ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഫോസിൽ എങ്ങനെയാണ് എവിഡൻസ് ആവുക, പരിണാമത്തിന് തെളിവുകളാവുക? ഒന്നാണ് എന്ത്, ഓർഗാനിക് എവല്യൂഷൻ ദ ഗ്രാജുവൽ പ്രോസസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താ, പണ്ട് കാലത്തെ കുതിരകൾക്ക് എന്താ ഷോർട്ട് ആയിട്ടുള്ള ലെഗ്, ഇനി ഇപ്പോഴത്തെ കുതിരകൾക്ക് എന്തായി വലിയ
വലിയ ലെഗായി. അതിന് കാരണം എന്താ? പണ്ട് കാലത്തെ കുതിരകളിൽ നിന്ന് ഇപ്പോഴത്തെ കുതിരകൾക്ക് എന്തുണ്ട്? എവല്യൂഷൻ സംഭവിച്ചെന്ന് മനസ്സിലായി. ഓക്കെ, ഈ ഭാഗം സെറ്റല്ലേ? ഇനി അടുത്തതാണ് എന്ത്? ഫോസിൽ വിച്ച് കണക്റ്റിംഗ് ലിങ്ക് റിവീൽ ദ എവല്യൂഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. അതായത് ഇടനില ഫോസിലുകൾ പല ജീവികളായിട്ടുള്ള ബന്ധം. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ആർക്കിയോടെറിക്സ്. നിങ്ങൾ നോക്കിയടാ, ഈ ആർക്കിയോടെറിക്സിന് നോക്കുന്ന സമയത്ത് ഇവരുടെ ശരീരം നോക്കുന്ന നമുക്ക് ഉരകങ്ങൾ, റെപ്റ്റൈൽസ് ഇല്ലേ, പല്ലി, നമ്മളെ മുതല, പാമ്പ് പോലുള്ള ഇവരെ അതേ പ്രത്യേകത ഉണ്ട്. ഇവർ അതേ പ്രത്യേകതയുണ്ട്. അതേപോലെ എന്തുണ്ട്? പക്ഷികളുടെ ഉണ്ട്. അതായത് രണ്ട് ജീവികളായിട്ടുള്ള ബന്ധം കാണിക്കില്ലേ? അപ്പം നമുക്ക് മനസ്സിലായി പണ്ട് കാലത്ത് രണ്ട് ജീവികൾ തമ്മിലുള്ള കണക്റ്റ് ലിങ്കുള്ള ഓർഗാനിസം, അതായത് ബന്ധം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്തതാണ്, പണ്ട് കാലത്ത് എന്ത് ജീവിച്ചിനി? പണ്ട് കാലത്ത് ഡൈനോസർ, മാമത്തൊക്കെ ജീവിച്ചത് നമുക്ക് എങ്ങനെ മനസ്സിലായത്? നമ്മളെ ഫോസിൽ കിട്ടിയിട്ടല്ലേ? അതായത് ഡൈനോസറിൻ്റെ ഒക്കെ സ്കെലിറ്റല്ലേ, അസ്ഥികൂടങ്ങളും മ്യൂസിയത്തിലില്ലേ? അപ്പം നമുക്ക് എന്തായി? ഈ ഫോസിൽ പഠനത്തിലൂടെ പണ്ട് കാലത്ത് അവരൊക്കെ ജീവിച്ചെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ എവിഡൻസ് ആണ് മോളിക്കുലർ ബയോളജി, കമ്പാരിറ്റീവ് അനാട്ടമി, ഫോസിൽസ്, തന്മാത്ര ജീവശാസ്ത്രം, ആന്തരികരണ്ടിന്റെ താരതമ്യം, ഫോസിൽ പഠനം. സെറ്റല്ലേ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഹ്യൂമൻ എവല്യൂഷണറി, മനുഷ്യന്റെ പരിണാമ വൃക്ഷം നോക്കണേ. അതായത് മനുഷ്യനും കുരങ്ങനും ചിമ്പാൻസിയും ഗൊറില്ലയും എല്ലാവരും ആദ്യം ഒരേ ഗ്രൂപ്പിലേനി, പ്രൈമേറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിൽ. ഏതിലാണ്? പ്രൈമേറ്റ്സ്. എന്താടാ പ്രൈമേറ്റ്സ്? ഇതിനെന്തായി? ആന്ത്രോപോയിഡിയ എന്നുള്ള വേറെ ക്ലാസിഫൈ ചെയ്തു. അതിന് രണ്ടായി തിരിച്ചു, ഹൊമിനോയിഡിയ, സെർഗോപിത്തിക്കോയിഡിയ. ഇവിടെ എൻ്റെ ശ്രദ്ധിക്കേണ്ടത് സെർഗോപിത്തിക്കോയിഡ് ഒരൊറ്റൊരാൾ മാത്രം. ആര്? കുരങ്ങൻ, മങ്കി. ഏതിൽ മാത്രം? സെർഗോപിത്തിക്കോയിഡിയ. അപ്പോൾ സെർഗോപിത്തിക്കോയിഡിന്റെ പ്രത്യേകത എന്താ? ഷോർട്ട് സ്മോൾ സൈസ്ഡ് ബ്രെയിനും ഹാവിംഗ് ടെയിലും, വാലുകളുണ്ട്, ചെറിയ മസ്തിഷ്കമാണ്. ഹൊമിനോയിഡിന്റെ പ്രത്യേകത എന്താ? വലിയ മസ്തിഷ്കം, ലാർജ് ബ്രെയിൻ. വലിയ മസ്തിഷ്കം എന്താണ്? ബിഗ് സൈസ്ഡ് ബ്രെയിനും ഉണ്ട്, വിത്തൗട്ട് ടെയിലും. അതിൽ ആരൊക്കെയുണ്ട്? മാന്, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ, ഗിബ്ബൺ. ഓക്കെ, അതായത് മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ, ഗിബ്ബൺ, ഇവരൊക്കെ ഒരേ ഗ്രൂപ്പിൽ. ഇവരെല്ലാവരും കൂടിക്കണേതാ? പ്രൈമേറ്റ്സിലാണ്. ഓക്കെ, ഇനി ഓരോ കാലത്തെ മനുഷ്യന്റെ പരിണാമം. ആദ്യ കാലത്തെ മനുഷ്യന്റെ പറഞ്ഞ പേരാണ് സഹേലാന്തോപ്പസ് ചാഡൻസിസ്. ഓലെ ക്രാനിയൽ കപ്പാസിറ്റി മസ്തിഷ്കത്തിന് 350 ആണ്. അടുത്തതാണ് എന്ത്? ആസ്ട്രലോപിത്തക്കസ് ബൈപെഡലിസം. ഇതാണ് ഓർത്തു വെക്കേണ്ടത്. ഇവരെന്താണ്? ഇരുകാലുകൾ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങിയല്ല, ഇരുകാലുകൾ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി. അടുത്തതാണ് എന്ത്? ഹോമോ ഹാബിലിസിന് 5 പോയിന്റാ. ഇവരുടെ പ്രത്യേകത എന്ത്? ഓലെന്താണ്? ടൂൾസ്, അതായത് കല്ലുകൾ കൊണ്ട് എന്താണ്? കൈകൾ ഉപയോഗിച്ച് കല്ലുകൾ എന്താണ്? ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ സ്മോൾ ഗ്രൂപ്പായി ഹണ്ടിങ് തുടങ്ങി. എന്താണ് ഹണ്ടിങ്? എന്താ? വേട്ടയാടാനൊക്കെ ആരംഭിച്ചു. അടുത്തതാണ് എന്ത്? ഹോമോ ഇറക്ടസ്. ഇറക്റ്റ് എന്താ? നട്ടിൽ നിവർന്ന് നടക്കുക. അതായത് എന്താ? വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs. അതായത് എന്താ? ഇരുകാലുകളിൽ നിവർന്ന് നടക്കാൻ കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എന്താ? ഇവല്ല ലാർജ് ഫോർഹെഡാ, വിശാലമായ എന്താണ്? നെറ്റിത്തട. നോക്കിക്കോ, വിശാലമായ നെറ്റിത്തടാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തു വെക്കുക. പിന്നെന്തായി? ഒരു നല്ല എക്സലന്റ് ആയിട്ടുള്ള, നല്ല അടിപൊളി ആയിട്ടുള്ള എന്താണ്? വെപ്പൺസ് ഒക്കെ, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അടുത്തതാ നോക്കിയോ, ഹോമോ നിയാൻഡർതാലൻസിന്റെ പ്രത്യേകത എവിടുന്ന കിട്ടിയത്? ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. ഇവര് സ്മോൾ ഹെഡ്, സ്ലോപ്പിംഗ് എന്താണ്? ഫോർഹെഡ്, അതായത് സ്മോൾ ആണ്, ചെരിഞ്ഞതാണ്. അടുത്താണ് തിക്ക് ഐബ്രോസ, നല്ല കട്ടിയുള്ള എന്തുണ്ട്? പുരികങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലും എന്തായി? ഡെഡ് ബോഡികളെ എന്തായി? മറമാടാൻ തുടങ്ങി. അടുത്താണ് ഹോമോ സാപ്പിയൻസ്, നമ്മളെ മോഡേൺ മേ എന്ന് പറയും. നമ്മളൊക്കെ എന്താണ്? ഹോമോ സാപ്പിയൻസാ. എന്താണ് ഹോമോ സാപ്പിയൻസ്? ഇവരുടെ പ്രത്യേകത അഗ്രികൾച്ചർ, കൃഷിയിടങ്ങളിലൊക്കെ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്മളെ ചെറിയ ചെറിയ കന്നുകാലികളൊക്കെ എന്താണ്? വളർത്താൻ തുടങ്ങി. അതേപോലെ തന്നെ ഇവരെന്താണ്? കൾച്ചർ, ഇവരെന്താണ്? സാംസ്കാരികമായി ഏറ്റവും അധികം എന്തായി? ഡെവലപ്ഡ് ആയത് ഏത് വിഭാഗം? ഹോമോ സാപ്പിയൻസ്. ഇതോടുകൂടെ നമ്മളിത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റം വരെ എത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം? നമ്മൾ ആ ലൈവ് ആദ്യം എല്ലാവരും കാണണം. ഈ ചാപ്റ്റർ പഠിച്ചത് റിവിഷൻ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതെന്താ പറയുന്നത് മനസ്സിലാവില്ല. സാർ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ഏരിയകൾ മാത്രം പറയുന്നത്. നെർവസ് സിസ്റ്റത്തിൽ ആദ്യമായി നമുക്ക് പഠിക്കേണ്ടത് ന്യൂറോണെ കുറിച്ചാണ്. ന്യൂറോണിൻ്റെ ചിത്രം നോക്കുമ്പോൾ, ഒരു ന്യൂറോണിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു സെൽ ബോഡി ഉണ്ട്. എന്തുണ്ട്? സെൽ ബോഡി. എന്തുണ്ട് സാർ? ഇത് വരച്ചു തരാം. എന്തുണ്ട്? ഒരു സെൽ ബോഡി ഉണ്ട്. ഓക്കെ, ഈ സെൽ ബോഡി, കോശശരീരം, ഇതൊന്നും ഒരു ചെറിയൊരു ഫൈൻ ഫിലമെന്റ്, ചെറിയൊരു ഇത് വരുന്നുണ്ട്. അതിന്റെ പേരാണ് ഡെൻഡ്രോൺ. എന്താണ്? ഡെൻഡ്രോൺ. എന്താണ്? ഡെൻഡ്രോൺ. ആ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച്, ശാഖനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ആ
ഇതിൽ നിന്നൊരു വലിയൊരു ഫിലമെന്റ് പോകുന്നുണ്ട്, വലിയ തന്തു പോകുന്നുണ്ട്, അതിന്റെ പേരാണ് ആക്സോൺ. ഈ ആക്സോണിന്റെ ശാഖനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. അതിന്റെ ഏറ്റവും എൻഡിൽ നമുക്ക് എന്താ ഒരു ചെറിയൊരു നോബ്, ഒരു ചെറിയൊരു കുരു കാണാം, അതിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഒരു ന്യൂറോണിന്റെ ഭാഗങ്ങൾ പഠിക്കാൻ സാർ ഒരു പാട്ട് പറയലുണ്ട്, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അടുത്ത ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇതിങ്ങനെ പറയുമ്പോൾ എന്താ ഗുണമെന്നോ നോക്കി, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി. ചില കുട്ടികൾക്ക് സംശയം ആദ്യം ഡെൻഡ്രൈറ്റ് ആണോ ഡെൻഡ്രോൺ എന്ന് ചോദിക്കാൻ എൻ്റെ മക്കൾക്ക് സംശയം. അപ്പോൾ നിങ്ങളൊക്കെ വിടി ആദ്യം സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, അടുത്ത ഡെൻഡ്രൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യം തുടങ്ങണൂടെ ഡെൻഡ്രൈറ്റ് ആണെന്ന്. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, അടുത്ത ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, അങ്ങനെ പഠിക്കാം. അപ്പോൾ നോക്കിക്കോ, ആദ്യമായിട്ട് ഒരു മെസ്സേജ് ഇതാ ഞാൻ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഒരു മെസ്സേജിൻ്റെ മസ്തിഷ്കം ബ്രെയിനിക്ക് എത്തിയാലല്ലേ ആ തൊട്ടത് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ആ ഒരു മെസ്സേജിനെ ആദ്യം ഒരു ന്യൂറോണിന്റെ സ്വീകരിക്കണ ഭാഗം ഏതാണോ ഡെൻഡ്രൈറ്റാ. ഏതാണ് സാർ വരച്ചുതരാം, ഏതാണ് ഡെൻഡ്രൈറ്റ്. ഈ ബ്രാഞ്ചിന് വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. അവിടുന്ന് നേരെ ഒടുക്കെത്തും ഡെൻഡ്രോണിക്ക് എത്തും, അവിടുന്ന് നേരെ ഒടുക്കെത്തും സെൽ ബോഡിക്ക് എത്തും, ആ സെൽ ബോഡിയിൽ നിന്ന് ഒടുക്കെത്തും ആക്സോണിക്ക് എത്തും, അവിടുന്ന് ആക്സോണൈറ്റിക്ക് എത്തും, അവിടുന്ന് ഒടുക്കെത്തും സിനാപ്റ്റിക് നോബിക്ക് എത്തും. അപ്പോൾ നോക്കിക്കോ ഓരോന്നിൻ്റെ പ്രത്യേകത ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇതൊക്കെ എൻ്റെ മക്കൾക്ക് സെറ്റല്ലേ. ഒരു ന്യൂറോണിന്റെ ഏറ്റവും സെന്റർ എന്ന് അറിയപ്പെടുന്നതാണ് സൈറ്റോൺ അല്ലെങ്കിൽ എന്താണ് സെൽ ബോഡിയാ. സൈറ്റോൺ അല്ലെങ്കിൽ കോശശരീരം എന്താണ് കേന്ദ്രമാണെന്ന് കോശശരീരം. ആ കോശശരീരത്തിൽ എന്തൊക്കെയുണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്, കോശസ്തരങ്ങളുണ്ട്, കോശദ്രവ്യം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഒരു സെൽ ബോഡിയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് അറിയാലോ. ഇനി അടുത്തതാണ് എന്ത്, ഈ ഇതിൽ നിന്നുള്ള ഫൈൻ ഫിലമെന്റ്. അതായത് ഇങ്ങോട്ട് നോക്കി എല്ലാവരും നോക്കുക. ഇവിടുന്ന് വരുന്ന ചെറിയൊരു ഫിലമെന്റ് ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഡെൻഡ്രോൺ. എന്താണ് ഡെൻഡ്രോൺ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ ഫിലമെന്റ്. ചെറിയ തന്തുവിനെ വിളിക്കുന്ന പേരെന്താ ചോദിക്കും. സെൽ ബോഡി എന്നുള്ള ചെറിയ തന്തുവിനെ വിളിക്കുന്ന ഫൈൻ ഫിലമെന്റിനെ വിളിക്കുന്ന പേരെന്താ, ഡെൻഡ്രോൺ. എന്താണ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിന്റെ പ്രത്യേകത ഈ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്ത്, ഡെൻഡ്രൈറ്റ്. നോക്കിക്കോ ഇതിനായിട്ട് ബ്രാഞ്ച് ആവണേന്ന് പറഞ്ഞ പേരല്ലേ, ഇത് ബ്രാഞ്ച് ആവണേന്ന് പറഞ്ഞല്ലേ ഡെൻഡ്രൈറ്റ്. എന്താണ് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റിന്റെ പ്രത്യേകത മെസ്സേജ് റിസീവ്ഡ് ബൈ ദി ഡെൻഡ്രൈറ്റ് ഫ്രം എ അഡ്ജസന്റ് ന്യൂറോൺ. അതായത് തൊട്ടടുത്ത ന്യൂറോൺ മെസ്സേജിനെ റിസീവ് ചെയ്യുക എന്താ സ്വീകരിക്കുന്ന ഭാഗമാണ് എന്ത്, ഡെൻഡ്രൈറ്റ്. അതായത് ഒരു ന്യൂറോൺ ഉണ്ടാവും, വേറെ ന്യൂറോൺ ഉണ്ടാവും, അവിടുന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഭാഗം ഏതാ, ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് നേരെ സെൽ ബോഡിയിലേക്ക് എത്തുന്നത് ഏത് കൂടെയാണ്, ഡെൻഡ്രോണിലൂടെയാണ്. അങ്ങനെ ഡെൻഡ്രോൺ കൂടെ പോയി ലോങ്ങസ്റ്റ് ഫൈബർ ഏതായിരിക്കും, ഷോർട്ടസ്റ്റ് ഫൈബർ ഏതാണ്, ഡെൻഡ്രോൺ. ലോങ്ങസ്റ്റ് ഫൈബറാണ് എന്ത്, ആക്സോൺ. എന്താണ് ആക്സോൺ. അതായത് കോശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. നീളം കുറഞ്ഞ തന്തു ഏതാ, ഡെൻഡ്രോൺ. നീളം കൂടിയത് ഏതാ ആക്സോൺ. ഏതാണ് ആക്സോൺ. ഇനി ഈ ആക്സോണിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്സോണൈറ്റ്. എന്താണ് ആക്സോണൈറ്റ്. ഇനി ഈ ആക്സോണൈറ്റിന്റെ നോക്കിക്കോ, അതിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റിന്റെ ഏറ്റവും എൻഡിൽ ടിപ്പിൽ ഒരു നോബ് കാണും, അതിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. ഓർത്തു വെക്കണം. സിനാപ്റ്റിക് നോബിന്റെ പ്രത്യേകത ഓരൊരു കെമിക്കലി ഒരു രാസവസ്തു ഉണ്ടാക്കും, അതിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിന് എക്സാമ്പിൾ ആണ് അസറ്റൈൽ കോളിൻ. ഓർത്തു വെച്ചോ. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോന്റെ ചിത്രം നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും എൻഡിൽ കാണുന്ന കുരുവാണ് എന്ത്, സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്റെ പ്രത്യേകത സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്നു. അതിന് എക്സാമ്പിൾ അസറ്റൈൽ കോളിൻ. അപ്പൊ ന്യൂറോന്റെ ഭാഗങ്ങളുടെ മക്കൾക്ക് സെറ്റല്ലേ. ഇനി സാർ അടുത്ത പറയാൻ പോകുന്നതാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ് ഒക്കെ അടങ്ങിയതാണ് നെർവസ് സിസ്റ്റം. അത് ന്യൂറോൺ മാത്രമല്ല സെല്ലുള്ളത്, കോശങ്ങളില്ലേ, വേറെ പല സെല്ലുകളും കോശങ്ങളും ഉണ്ട്. ഏതൊക്കെ, എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ കോശം, ന്യൂറോഗ്ലിയൽ സെൽ. ഓക്കെ, ഇത്ര വാക്കുകൾ സെറ്റല്ലേ. ഈ ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ഫംഗ്ഷൻ, ധർമ്മങ്ങൾ എന്ത് ചോദിക്കും. ഇവർ എന്താണ്, നമുക്ക് എന്താണ് ന്യൂറോൺസിന് വേണ്ടി ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കും. അതായത് നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കുക. അതേപോലെ വേസ്റ്റ് മാലിന്യങ്ങൾ എന്താവുക നീക്കം ചെയ്യുക. അതായത് ഡിഫൻസ് സെല്ലായിട്ട് ആക്ട് ചെയ്യുക, അതായത് പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുക. പിന്നെ ഈ എക്സ്റ്റേണൽ ഷോക്ക് ബാഹ്യശരങ്ങളിൽ നിന്നൊക്കെ എന്താവുക സംരക്ഷിക്കുക. അതേപോലെ തന്നെ ഫോം മയലിൻ്റെ രൂപപ്പെടലിന് കാരണമാവുക. അപ്പോൾ ഇത് നോക്കി വെക്കണം. അതായത് ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ഫംഗ്ഷൻസ് ഈ 4-5 പഠിക്കണം. അതിലൊരു 4 മക്കൾ പഠിച്ചേക്കാം. അത് ലാസ്റ്റ് പറഞ്ഞല്ലേ ഫോം മയലിൻ ഉണ്ടാവുകയെന്ന്. അപ്പോൾ എന്താ ഈ മയലിൻ നോക്കി വെക്കുക. മയലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണിനെ കവർ ചെയ്തിട്ട് അവർ ന്യൂറോണിന് ഉണ്ടാവുന്ന ഏറ്റവും സെൽ ബോഡിയിൽ നിന്ന് ഏറ്റവും ലോങ്ങസ്റ്റ് ഫൈബർ അല്ലേ, ഏറ്റവും നീളം കൂടിയതിന് പറഞ്ഞ പേരല്ലേ ആക്സോൺ. ഈ ആക്സോണിന്റെ പൊതിഞ്ഞ് നിൽക്കുന്നതിന് പറഞ്ഞ പേരാണിത് മയലിൻ. എന്താണ്
മൈലി. ഈ മൈലിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മസ്തിഷ്കത്തിന് സുഷുമ്നയിലും മൈലിൻ ഉണ്ടാക്കിയ ഇതിനോടാണോ ഒളിഗോഡെൻഡ്രോസൈറ്റിനോടാ. അല്ലാതെ ബ്രെയിനിലും മസ്തിഷ്കം സുഷുമ്നയിലല്ലാതെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വേറെ എല്ലാ ഭാഗത്തും എന്തുണ്ട് ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയതിനോടാ ഷ്വാൻ സെല്ലിനോടാ. മസ്തിഷ്കത്തിന് സുഷുമ്നയിൽ ഉണ്ടാക്കിയതിനോടാ ഒളിഗോഡെൻഡ്രോസൈറ്റ്. മസ്തിഷ്കം സുഷുമ്നി ബ്രെയിനും സ്പൈനൽ കോഡും ഇല്ലാത്ത വേറെ എല്ലാ ഭാഗത്തും മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയതിനോടാ ഷ്വാൻ സെല്ല് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാ. ഓർത്ത് വെക്കണം. ഇനി മൈലിൻ ഷീറ്റിന്റെ കളർ ഷൈനി വൈറ്റ് കളറാടാ, തിളങ്ങുന്ന വെള്ള നിറ. അപ്പം മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള ഭാഗത്ത് വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഓക്കെ. ഇനി ബ്രെയിനിൽ സ്പൈനൽ കോഡിൽ മൈലിനേറ്റഡ് നെർവ് സെൽസ് ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. അതില്ലെങ്കിലോ അതിന് വിളിക്കുന്ന പേരാണ് ഗ്രേ മാറ്റർ. ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്തുള്ള ന്യൂറോൺസ് ഇല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത് ഗ്രേ മാറ്റർ. മൈലിൻ ഷീത്ത് ഉള്ളതാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. കാരണം മൈലിൻ ഷീത്തിന് എന്ത് നിറം? തിളങ്ങുന്ന വെള്ള നിറം. ഇത്ര ഭാഗം നിങ്ങൾക്ക് സെറ്റാണോ? ഇനി എന്തിനാണ് മൈലിൻ ഷീത്ത്? മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ ആണ് ആക്ട് ആസ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ പ്രവർത്തിക്കുക, ഇൻക്രീസ് സ്പീഡ് ഓഫ് ട്രാൻസ്മിറ്റർ, അതായത് ഇതുകൂടെ പോകുന്ന സന്ദേശങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. അതേപോലെ നറിഷ്മെന്റ് ഫോർ ന്യൂറോൺ, അതായത് ന്യൂറോൺ ആവശ്യമായ പോഷകാഹാരങ്ങൾ കൊടുക്കുക. അതായത് പിന്നെന്താ എക്സ്റ്റേണൽ ഷോക്ക്, പുറത്തുനിന്നുള്ള ഇഞ്ചുറീസ് എന്നൊക്കെ ആരെ സംരക്ഷിക്കുക? നമ്മുടെ ന്യൂറോൺ സംരക്ഷിക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നോക്കണം. മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ നോക്കുക. ആക്ട് ആസ് ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക. പിന്നെന്താ ന്യൂട്രിയൻസ് പോഷകാഹാരങ്ങൾ കൊടുക്കുക. പിന്നെ പുറത്തുനിന്നുള്ള ഇഞ്ചുറീസ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അതേപോലെ എന്താണ് നറിഷ്മെന്റ് ഫ്രോ എക്സ്റ്റേണൽ ഷോക്ക് എന്ന സ്പീഡ് എന്താണ് ഇതുകൂടെ പോകുന്ന ന്യൂറോൺസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ചോദിക്കുക ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ പ്രത്യേകത എന്താ ചോദിക്കും. അതേപോലെ തന്നെ ഷ്വാൻ സെല്ലിൻ്റെ ഫംഗ്ഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റിയല്ലേ. ന്യൂട്രിയൻസ് കൊടുക്കുക. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഇഞ്ചുറീസ് പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഇതൊക്കെ എല്ലിയിൽ എഴുതാൻ പറ്റൂലേ. പിന്നെ എലിമിനേറ്റ് വേസ്റ്റ്, മാലിന്യങ്ങളെ പുറന്തള്ള, ഇതൊക്കെ എല്ലിയിൽ എഴുതാൻ പറ്റൂലേ. ഓക്കെ. അപ്പോൾ ഇത്ര ഭാഗം സെറ്റല്ലേ. ഇനി അടുത്ത ഭാഗമാണ് മക്കളെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റത്തെ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 2 ആൾക്കാരുള്ളൂ, ബ്രെയിനും സ്പൈനൽ കോഡും. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ബ്രെയിനും മസ്തിഷ്കവും സുഷുമ്നയും. അടുത്താണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. അതിലെന്തുണ്ട് 31 പേര് എന്തുണ്ട് ക്രാനിയൽ നെർവ്, അതായത് ശിരോനാഡികൾ എത്ര ഉണ്ട്? 12 ജോഡി ശിരോനാഡികൾ ക്രാനിയൽ നെർവ്, അതായത് ശിരോനാഡികൾ എത്ര 12 ജോഡികളാണ്. അതേപോലെ സ്പൈനൽ കോഡിന്റെ ഭാഗത്തു നിന്ന് വരുന്ന 31 ജോഡി എന്തുണ്ട് സ്പൈനൽ നെർവും ഉണ്ട്. അതേ ഓർത്ത് വെക്കുക. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ബ്രെയിനും സ്പൈനൽ കോഡും, പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ 2 ആൾക്കാർ, പ്രധാന 4 ആൾക്കാരുണ്ട്. പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് 2 ആൾക്കാർ. ഒന്ന് ബ്രെയിൻ്റെ ഭാഗത്ത് ക്രാനിയൽ നെർവ് ശിരോനാഡി 12 ജോഡി, സ്പൈനൽ കോഡിൽ വരുന്ന സ്പൈനൽ നെർവ് സുഷുമ്ന നാഡി എത്ര 31 ജോഡി. ഇതിൽ പിന്നെ ആരുണ്ട്? ആൾസോ ഇങ്ങോട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെന്താ നെർവ് ഗാംഗ്ലിയകളുണ്ട്. പിന്നെ അതേപോലെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീവ്യവസ്ഥകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ 1ാമത്തെ ആളുണ്ട് ബ്രെയിൻ, മസ്തിഷ്കത്തെ കുറിച്ച് പറയുമ്പോൾ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞിട്ട് ഒരു സ്കള്ള് തലയോടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് 3 ലെയർ ഉണ്ട്, 3 പാളികളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ്? ഈ മെനിഞ്ചസിന്റെ പ്രത്യേകത എന്താണോ? ഈ 3 ലെയർ 3 ലെയർ എന്തുണ്ട് മെനിഞ്ചസ് ഉണ്ട്. ഈ 3 പാളികൾക്കുള്ളിൽ നമുക്കൊരു ഫ്ലൂയിഡ് കാണാം. ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവം. ഇനി സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രത്യേകത എന്താ ചോദിക്കും. ഒന്നാണ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്, അതായത് നമ്മളെ ബ്രെയിനിലും സ്പൈനൽ കോഡിനൊക്കെ എന്താവുക ന്യൂട്രിയൻസ്, ഇതിലുള്ള ടിഷ്യൂസിന് എന്താവുക കലകൾക്ക് എന്താവുക ഓക്സിജനും ന്യൂട്രിയൻസ് കൊടുക്കുക. 2 എലിമിനേറ്റ് വേസ്റ്റ്, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. 3 റെഗുലേറ്റ് പ്രഷർ, ഈ മസ്തിഷ്കത്തിൽ സുഷുമ്നയിൽ ഉണ്ടാകുന്ന മർദ്ദം എന്താവുക ക്രമീകരിക്കുക. പിന്നെന്താ പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അപ്പോൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, നമ്മളെ മൈലിൻ ഷീത്ത്, അതേപോലെ തന്നെ ന്യൂറോഗ്ലിയൽ സെൽസ്, ഇതിനൊക്കെ പറയുമ്പോൾ കോമൺ ആയിട്ട് 2-3 പോയിന്റ്സ് എഴുതാൻ പറ്റൂലേ. അതൊക്കെ എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ. ഇനി അടുത്തതാണ് മസ്തിഷ്കത്തിന്റെ ഭാഗം. 1ാമത്തെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന്റെ പുറം ഭാഗം എന്താണ്? ഗ്രേ മാറ്ററാ, അതായത് കോട്ടക്സ്. ഉൾഭാഗത്ത് വിളിക്കുന്ന പേരാണ് മെഡുല്ല. അത് ഏത് മാറ്ററാ? വൈറ്റ് മാറ്റർ ആണ്. എന്താ അറിയില്ലേ? മൈലിൻ ഷീത്തുള്ള ഭാഗത്ത് വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഇതിന്റെ ഫങ്ഷൻസ് ആണ് നോക്കേണ്ടത്. പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, വോളണ്ടറി മൂവ്മെന്റ്, അതായത് ഐച്ഛിക ചലനങ്ങൾ, അതേപോലെ പ്രശ്നപരിഹാരം, ആസൂത്രണം. ഐച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ പറ്റുന്നതിന് പറഞ്ഞ പേരാണ് ഐച്ഛികം. നമുക്ക് ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ കയ്യാത്തിന് വിളിക്കുന്ന പേരാണ് അനൈച്ഛികം. അപ്പോൾ നമ്മളെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത്? വോളണ്ടറി, അഥവാ തല, കൈ, ഇതൊക്കെ വോളണ്ടറി, അതായത് ഐച്ഛിക ചലനം. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രം. അതേപോലെ സെന്റർ ഓഫ് മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഓർത്തു വെക്കണം. എക്സാം ഇങ്ങനെ ചോദിക്കുക. സെൻറ്റർ ഓഫ് തോട്ട്സ്, ഇന്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, ഓർമ്മ, ചിന്ത, ബുദ്ധി, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏത്? സെറിബ്രം. അടുത്തതാണ് എന്ത്?
സെൻസറി എക്സ്പീരിയൻസ്, അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുക. ഇന്ദ്രിയാനുഭവങ്ങൾ എന്താ? സെൻസറി ഓർഗൻസ്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലേ? അതായത് കണ്ണ്, കാഴ്ച, കേൾവി, ടേസ്റ്റ്, സ്മെല്ല്, ഇതൊക്കെ പറഞ്ഞ പേരാണ് സെൻസറി. എന്താണ് സെൻസറി എക്സ്പീരിയൻസ്? ഇന്ദ്രിയാനുഭവങ്ങൾ സാധ്യമാക്കുന്നത് ആരാ? സെറിബ്രം. അപ്പോൾ സെറിബ്രം സെറ്റ് അല്ലേ? രണ്ടാമത്താണ് സെറിബെല്ലം. സെറിബെല്ലത്തെ കുറിച്ച് പറയുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്, രണ്ടാമത്തെ വലിയ ഭാഗം. ഇതിന്റെ പ്രത്യേകതയാണ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം, ശരീര തുലനങ്ങൾ സാധ്യമാക്കുക. എങ്ങനെ? കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി, എന്താണ്? മസിൽസിന്റെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനിലൊക്കെ സാധ്യമാക്കുന്നതാരാ? സെറിബെല്ലം. അടുത്തതാണ് മക്കളെ തലാമസ്. തലാമസിന്റെ പ്രത്യേകത ഇന്നർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ, ബ്രെയിൻ്റെ ഏറ്റവും ആന്തരിക ഭാഗം. ഇതിന്റെ പ്രത്യേകതയാണ് റിലേ സ്റ്റേഷൻ, പുനഃപ്രസരണ കേന്ദ്രം. മസ്തിഷ്കത്തിലെ പുനഃപ്രസരണ കേന്ദ്രം ഏതാ ചോദിക്കും? ഏതാണ്? തലാമസ്. അടുത്തതാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോന്റെ അർത്ഥം എന്താ? താഴെ. തലാമസ് അല്ലേ? തലാമസിന് താഴെ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതാണ് ഹൈപ്പോ തലാമസ്. ഇതിന്റെ പ്രത്യേകത എന്താ? മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസ്, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അടുത്തതാണ് മക്കളെ നമ്മളെ ബ്രെയിനിന്റെ ഈ ഒരു ഭാഗം, അതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ഇതിന് മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് മിഡ് ബ്രെയിൻ. ഒന്നെന്താ? മിഡ് ബ്രെയിൻ. ഇതിന്റെ പ്രത്യേകത എന്ത്? റെഗുലേറ്റ് വിഷൻസ് ആൻഡ് ഹിയർ. അതിനൊക്കെ എന്താണ്? ഇനീഷ്യൽ അസസ്മെന്റ്, അതായത് കാഴ്ച, കേൾവി എന്നിവയുടെയൊക്കെ എന്താണ്? പ്രാഥമികമായുള്ള വിലയിരുത്തൽ, ആദ്യത്തെ വിലയിരുത്തൽ, ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നാരാ? നമ്മുടെ മിഡ് ബ്രെയിനാ. ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മളെ ഈ ഒരു ഐൻ്റെ ഐബ്രോസിൻ്റെ ഒക്കെ എന്താണ് മൂവ്മെന്റ് സഹായിക്കുന്നത് ആരാ? നമ്മുടെ മിഡ് ബ്രെയിനാ. രണ്ടാമത്താണ് മക്കളെ പോൺസ്. പോൺസ്, അതായത് ഈ നമ്മളെ കണ്ണ്, അതേപോലെ നമ്മളെ ഫേസിൽ മസിൽസ്, പേശികളുടെ പ്രവർത്തനത്തൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? നമ്മുടെ പോൺസ് ആണ്. അടുത്ത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടി. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈ വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, ഐച്ഛിക ചലനം കൺട്രോൾ ചെയ്യുന്നത് ആരാ? സെറിബ്രം. ഇന്ന് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഏതൊക്കെ? ഹാർട്ട് ബീറ്റ് ആൻഡ് വെന്റിലേഷൻ, വോമിറ്റിംഗ്, കോഫ്, സ്നീസ്, അതായത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ. അതായത് നമ്മുടെ തലയുടെ ഈ ഭാഗത്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇപ്പം നമ്മൾ കേട്ടില്ലേ, ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ തലക്കടിക്കുമ്പോൾ നമ്മൾ എന്താണ്? തലക്കടിക്കല്ലേ പറയും. കാരണം ഇവിടെ ചെറിയൊരു എന്തെങ്കിലും മെഡുല്ലൊക്കെ തട്ടി കഴിഞ്ഞാൽ, മെഡുല്ല പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ മരിക്കും. കാരണം ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, വെന്റിലേഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാരാ? മെഡുല്ല ഒബ്ലോങ്കേറ്റ്. അപ്പോൾ ബ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നോക്കിക്കോ, ഈ ഭാഗം ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമാണ് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി ഇതിലേക്ക് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ് ചോദിക്കും. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാ ചോദിക്കും? ഏതാ? തലാമസ്. കാരണം ഇതൊക്കെ എന്താ? ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ മക്കളെ നോക്കുക. ഇനി അടുത്തതാണ് സ്പൈനൽ കോഡ്, സുഷുമ്ന. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെർട്ടിബ്രൽ കോളം നട്ടലിനുള്ളിലൂടെ പോകുന്നതാണ് എന്ത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതിന്റെ പ്രത്യേകത സ്പൈനൽ കോഡ് സുഷുമ്ന. ഈ സ്പൈനൽ കോഡ് നോക്കുന്ന സമയത്ത് ഇതിന് ഏറ്റവും സെൻട്രൽ കനാൽ ഉണ്ട്. എന്തുണ്ട്? സെൻട്രൽ കനാൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് CSF. എന്താണ്? CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഒരു ഹോൾ ഉണ്ട്, അതിൻ്റെ പേരാണ് സെൻട്രൽ കനാൽ. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? CSF ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലേ, അതുണ്ട്. അതേപോലെ ഇവിടുന്ന് ഒരു ഡോർ പോകുന്നുണ്ട്, അതിൻ്റെ പേരാണ് ഡോർസൽ റൂട്ട്. ഇവിടുന്നൊരു താഴത്തേക്ക് കണ്ടോ, ഇവിടുന്ന് വേറെ റൂട്ട് വരുന്നുണ്ട്, അതാണിത്. ഇനി ഇതും തന്നെ കേട്ടോ, ഇതും സെയിം തന്നെയാണ്. അതിന് വിളിക്കുന്ന പേരാണ് വെൻട്രൽ റൂട്ട്. എന്താണ്? വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിന്റെ പ്രത്യേകത ശരീരത്തിന്റെ പല ഭാഗത്തുള്ള മെസ്സേജിനെ സുഷുമ്നയിലേക്ക് എത്തിക്കുക. ക്യാരി മെസ്സേജസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദി സ്പൈനൽ കോഡ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള മെസ്സേജിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഏത് റൂട്ട് വയ്യ? മുകളിലത്തെ റൂട്ട് വയ്യ. ഇനി സ്പൈനൽ കോഡ് എന്നുള്ള ശരീരത്തിൻ്റെ പല ഭാഗത്തും എത്തിച്ചു കൊടുക്കേണ്ട ഏത് വയ്യ? വെൻട്രൽ റൂട്ട് വയ്യ. ഡോർസൽ റൂട്ടിൻ്റെ പ്രത്യേകത ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള മെസ്സേജിന് എത്തിക്കുക സ്പൈനൽ കോഡിലേക്ക്. വെൻട്രൽ റൂട്ടിൻ്റെ പ്രത്യേകത സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജിനൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗത്തും എത്തിച്ചു കൊടുക്കേണ്ട ഏത് റൂട്ടാ? വെൻട്രൽ റൂട്ട്. മാറരുത്. അപ്പോൾ സെൻട്രൽ കനാൽ. അതിനുള്ളിൽ എന്തുണ്ട്? CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മുകളിൽ നിന്ന് പോകുന്നുണ്ട്, മുകളിൽ നിന്ന് ഒന്ന് പോകുന്നുണ്ട് ഡോർസൽ റൂട്ട്. താഴത്തു നിന്ന് എന്താ? വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിൻ്റെ പ്രത്യേകത ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള മെസ്സേജിന് എത്തിക്കുക സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുക. അതേപോലെ വെൻട്രൽ റൂട്ടിന് പ്രത്യേകം എന്താ? ഇവിടെ നിന്നുള്ള മെസ്സേജിന്, സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജിന് ശരീരത്തിന് പല ഭാഗത്തേക്ക് എത്തിക്കുക. കുഴപ്പമില്ലല്ലോ. അടുത്തുനിന്ന് മക്കൾ നോക്കിക്കോ. ഇനി നമ്മളെ ന്യൂറോൺ കൂടി എങ്ങനെയാണ് മെസ്സേജ് പോവുക? ഒരു ന്യൂറോൺക്ക് റെസ്റ്റിൽ നിൽക്കുക. ഒരു ന്യൂറോൺ കൂടെ മെസ്സേജ് ഒന്നും പോണില്ല, അതിന് ആരും തൊടുന്നില്ല. നമ്മൾ തൊട്ടാലില്ല കൂടെ ന്യൂറോൺ കൂടെ മെസ്സേജ് പോവുക. ഇനി മെസ്സേജ് പോവാതെ വെക്കുമ്പോൾ പുറത്ത് പോസിറ്റീവും ഉള്ളിലെന്താ? നെഗറ്റീവും. ഇനി ഒരാളാണ് തൊട്ടു, എവിടെയാണ് തൊട്ടത് അവിടെ നെഗറ്റീവും ഉള്ളിലെന്താ? പോസിറ്റീവ് കാരം. അതെന്താ ചെയ്യുന്നു? അടുത്ത ഭാഗത്ത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ കൊടുത്ത് എന്താവും?
നമ്മളെ ബ്രെയിനിക്ക് എത്തും. ഇനി അടുത്തതാണ് സിനാപ്സ്. എന്താണ് സിനാപ്സ്? സിനാപ്സിൻ്റെ പ്രത്യേകത എന്താ? ഒരു ന്യൂറോണിന് വേറെ ന്യൂറോണിക്ക് മെസ്സേജ് കൊടുക്കൂലേ, ആ ഒരു ഗ്യാപ്പ്, അതായത് ഒരു ന്യൂറോൺ വേറെ ന്യൂറോൺ ഉണ്ടാവില്ലേ, ഇതിന് ആ ഗ്യാപ്പിന് വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ഈ സിനാപ്സിൻ്റെ പ്രത്യേകത നോക്കിക്കോ. സിനാപ്സിൻ്റെ പ്രത്യേകത ഈ ഭാഗം നല്ലോണം നോക്കണം. അതായത് ഇതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൻ്റെ സമയത്ത് ഇവിടെ ഒരുപാട് നമുക്കുണ്ട് സിനാപ്റ്റിക് വെസിക്കിൾസ് കാണാം. ഈ സിനാപ്റ്റിക് വെസിക്കിളിൻ്റെ ഉള്ളിൽ മൊത്തം എന്താ? ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ? എന്താണ്? ആക്സോണിൻ്റെ അഗ്രഭാഗമാണ്, അതിലെന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ഒരു വിടവുക്ക് ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് വിടവ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പോൾ സിനാപ്റ്റിക് ക്ലഫ്റ്റിക്ക് ആരുണ്ടാക്കും? സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിലെ സിനാപ്റ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താവും? സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഈ വിടവുക്ക് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്താവും? ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യും, സ്വീകരിക്കും. അങ്ങനെ എന്താവും? ഒരു ന്യൂറോണിൽ നിന്ന് വേറെ ന്യൂറോണിക്ക് എന്താവും? ആവേഗങ്ങൾ, മെസ്സേജ് എത്തും. അതാണ് ഈ ഒരു ഭാഗം എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം. സാറെന്താണ് ആ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത മക്കളെ നോക്കിക്കോ. അടുത്ത ഇതാണ് സിനാപ്റ്റിക് നോബിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കോ, നിയോ കോട്ടക്സ് എന്ന സാധനം, അതായത് മാമൽസ് എന്താ? സസ്തനികൾ, മുലയൂട്ടുന്ന ജീവികൾ പറഞ്ഞ പേരാണ് മാമൽസ്. ഇവരുടെ കോട്ടക്സ് എന്താ? മസ്തിഷ്കത്തിന്റെ പുറംഭാഗല്ലേ, ആ കോട്ടക്സിനെ 6 ലെയർ ആക്കിയിട്ടുണ്ട്, 6 ലെയർ ആക്കിയിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് നിയോ കോട്ടക്സ്. അതിൻ്റെ പ്രത്യേകത നമുക്ക് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ലേണിങ്, റീകോളിങ്, അതായത് നോക്കിക്കോ ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കം, അതായത് നിയോ കോട്ടക്സിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. അതിൻ്റെ മക്കൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഇത്ര മക്കൾക്ക് സെറ്റല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസാണ്. ന്യൂറോണാണ് സെൻസറി ന്യൂറോൺ ഉണ്ട്, ഒന്നുണ്ട് സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ. എന്താ ഈ സെൻസറി ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരാൾ എന്താണ്? ഒരു മെഴുകുതിരിമ തൊട്ടു, ആ തൊടുമ്പോൾ ആ ചൂട്, അതായത് ഇവിടെ സ്വീകരിച്ച ആളാരാ? ഗ്രാഹികൾ, റിസപ്റ്റർ അല്ലേ? അതായത് എവിടെ ഇപ്പോൾ നോക്കിക്കോ, ഒരു കുട്ടി നമ്മളെ കടിക്കുക, അല്ലെങ്കിൽ എന്താ? ഒരു ചൂടുള്ള പാത്രത്തിൽ തട്ടി, ആ തട്ടിയ സമയത്ത് ആ ചൂടിനെ സ്വീകരിച്ച് എവിടെയാണോ തട്ടി ആ ഭാഗമല്ലേ, അതിന് വിളിക്കുന്ന പേരാണ് ഗ്രാഹി, റിസപ്റ്റർ. അവിടുന്ന് ഒരു മെസ്സേജ് നേരെ നമുക്ക് ബ്രെയിനിക്ക് എത്തിയോണ്ടല്ലേ നമുക്ക് ആ ചൂട് മനസ്സിലായത്. ഒരാൾക്ക് തലല്ല, അയാൾക്ക് മനസ്സിലാവോ? ഇല്ല. അതായത് ഒരാൾ ഒരു ചൂടുള്ള പാത്രത്തിൽ തട്ടിയ സമയത്ത് അവിടുന്ന് സ്വീകരിച്ച ഭാഗമാണ് റിസപ്റ്റർ, ഗ്രാഹികൾ, ഈ കൈയിൻ്റെ ഈ ഭാഗമാണ്. അവിടുന്ന് ഒരു മെസ്സേജിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ബ്രെയിനിക്ക് എത്തിച്ചു കൊടുത്തത്, അതായത് ഇവിടുന്ന് ഇങ്ങനെ സ്വീകരിച്ച് അതിനെങ്ങനെ എത്തിച്ചു കൊടുക്കണ ന്യൂറോൺ ഏതാ? സെൻസറി ന്യൂറോൺ, സംവേദ ന്യൂറോണാണ്. അങ്ങനെ ബ്രെയിൻ എത്തിയിട്ട് ആ ഒരു ചട്ടിയുമ്പോൾ നല്ല ചൂടുള്ള ഒരു പാത്രത്തുമല്ലേ, ആ കൈയുമെന്ന് വേണമെങ്കിൽ നല്ല ചൂടാണ്, കൈ എടുത്തോന്നുള്ള മെസ്സേജ് എന്താവും? ബ്രെയിന് തിരിച്ചു കൊടുക്കും, കയ്യിന് കൊടുക്കും. ആ തിരിച്ച് ബ്രെയിൻ ഒരു മെസ്സേജ് കൊണ്ടുകൊടുക്കണേന്ന് പറഞ്ഞ പേരാണിത് മോട്ടോർ ന്യൂറോൺ. ഇവരെല്ലാവരും കണക്ട് ചെയ്യുന്നത് ഏതാ? ഇന്റർ ന്യൂറോൺ. ഏതാണ്? ഇന്റർ ന്യൂറോൺ. അപ്പോൾ 3 തരം ന്യൂറോൺ: സെൻസറി ന്യൂറോൺ, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാൻ വന്ന് നോക്കിക്കോ, റിസപ്റ്റേഴ്സ് നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കൊണ്ടുപോകണമല്ലോ പറഞ്ഞ പേരാണിത് സെൻസറി ന്യൂറോൺ. റിസപ്റ്റർ ഗ്രാഹികളിൽ നിന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ, മസ്തിഷ്കത്തിൽ സുഷുമ്നയിലേക്ക് കൊണ്ടുപോകണ ആരാണ്? സെൻസറി. ഏതാണ്? സെൻസറി. അടുത്ത മോട്ടോർ തന്നെ എന്താ? ഇതിന് ഓപ്പോസിറ്റ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ് എന്തുണ്ട്? സെൻസറി നെർവ് ഉണ്ട്, മോട്ടോർ നെർവ് ഉണ്ട്, മിക്സ്ഡ് നെർവ് ഉണ്ട്. സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇപ്പോൾ നമ്മളെ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പോൾ ഒരു ചൂടുള്ള ചട്ടിമേ നമ്മളെന്താണ്? ഒരു പാത്രത്തും എന്താവും? ചട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു പാത്രത്തും എന്തായി? നമ്മൾ കൈ തട്ടി. ആ കൈ തട്ടിയ സമയത്ത് അവിടുന്ന് ചൂടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമ്മളെ ബ്രെയിനിക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് തരാം സെൻസറി നെർവ്. അതായത് ശരീരത്തിൻ്റെ പല ഭാഗത്തുനിന്നും ബ്രെയിനും ഇത് സ്പൈനൽ കോഡാട്ടോ, സ്പൈനൽ കോഡിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാരാ? സെൻസറി നെർവ്. ഇനി അവിടുന്ന് എടാ നല്ല ചൂടുണ്ടാ, വേണമെങ്കിൽ കൈ എടുത്തോന്ന് ബ്രെയിൻ ഒരു മെസ്സേജ് കൊടുക്കും, തിരിച്ചിങ്ങോട്ട് കൊടുക്കും. ആ കൊടുക്കണ ഏത് നെർവ് കൂടെ? പ്രേരക നെർവ് കൂടെ, അതായത് മോട്ടോർ നെർവ് കൂടെ. ബ്രെയിനും സ്പൈനൽ കോഡിനും തിരിച്ചു കൊടുക്കണത് പ്രേരക നെർവ്. അടുത്താണ് ഇതിൽ രണ്ടിന്, അതായത് ബ്രെയിനും സ്പൈനൽ കോഡിനും ശരീരത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ബ്രെയിൻക്കും സ്പൈനൽ കോഡിനും എത്തിച്ചു കൊടുക്കണ ആരാ? മിക്സ്ഡ് നെർവ്. സാർ അതൊക്കെ സ്പീഡിൽ പറയുമ്പോൾ ചില മക്കൾക്ക് ഇത് ശരിക്കും ഒരു കത്തുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, സാറിന് മനസ്സിലാവും. അപ്പോൾ എൻ്റെ മക്കൾ എന്താവുക, സാർ ആ ലൈവിൽ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ ലെങ്തിയാണ് ഗതി കാണുന്നിരിക്കത്. സാർ എന്താണ്, നിങ്ങൾക്ക് ഏത് ഭാഗമാണോ കാണേണ്ടത് അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്താവുക കാണണം. ഇതൊക്കെ നല്ല കണ്ടന്റുള്ള ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഏറ്റവും ഈസിയാടാ. അപ്പോൾ എൻ്റെ മക്കൾ എന്താവുക ആ ലൈവ് ഒന്ന് കാണുക, എന്നിട്ട് ഈ ഒരു ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിട്ട് എൻ്റെ മക്കൾക്ക് തോന്നിട്ടോ. ഓക്കെ, അടുത്തതാണ് മക്കളെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത, സെൻസറി നെർവിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഇത്ര എൻ്റെ മക്കൾക്ക് സെറ്റല്ലേ?
ഓട്ടോണോമസ് സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ പ്രധാനമായിട്ടും 2 സിസ്റ്റങ്ങളാണ്. ഒന്നാണ് സിമ്പതറ്റിക്കും, മറ്റേതാണ് പാരാസിമ്പതറ്റിക്കും. സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ സാറ് എക്സാമിലൊക്കെ പറയുന്ന മക്കൾക്ക് ഓർമ്മയില്ലേ, നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്താ നമ്മുടെ മുമ്പിലേക്ക് ഒരു പട്ടികൾ തന്നെ മുമ്പിലെ ചാടി കടിക്കാനായിട്ട് നമ്മൾ ഒറ്റക്ക. ആ സമയത്ത് നമ്മൾ പേടിക്കൂലേ, ആ പേടിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സിമ്പതറ്റിക്. നമ്മൾ ആ പേടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതിന് പറഞ്ഞ സിമ്പതറ്റിക്. അങ്ങനെ നമ്മൾ എന്തായി, നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു വണ്ടി മുന്നിൽ പോയപ്പോൾ ആ പട്ടികളൊക്കെ പോയി. അപ്പോൾ നമ്മൾ റിലാക്സ് ആവൂലേ, നമ്മൾ ഒരു ഹൗ പറയില്ലേ, അതിന് വിളിക്കുന്ന പേരാണ് പാരാസിമ്പതറ്റിക്. പേടിക്കുന്ന സമയത്ത് പറഞ്ഞ പേരാണ് സിമ്പതറ്റിക്. നമ്മൾ റിലാക്സ് ആവുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്, പാരാസിമ്പതറ്റിക്. ഈ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതാണ് നമ്മൾ പറഞ്ഞതാണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആദ്യം നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിലെ പ്യൂപ്പിൾ എന്താവും, ഒരാൾ പേടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കണ്ണ് വലുതാവൂലേ, അതാണ് എന്ത്, പ്യൂപ്പിൾ എന്താവും, വികസിക്കുന്നു, ഡയലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഉമിനീർ ഉൽപ്പാദനം കുറയില്ല. പേടിക്കുന്ന സമയം ഉമിനീർ ഉൽപ്പാദനം, തൊണ്ടയിൽ വെള്ളം വറ്റിന്നൊക്കെ കേട്ടിട്ടില്ലേ, ഉമിനീർ ഉൽപ്പാദനം, സലൈവന്റെ പ്രൊഡക്ഷൻ എന്തായി, ഡിഗ്രീസ് ആയി. മൂന്നാമത്തെ ഹൃദയമിടിപ്പ് എന്താവും, കൂടും, ഹാർട്ട് ബീറ്റ് കൂടൂലേ. നാലെന്താ, നമ്മുടെ എക്സ്പാൻഡ് ചെയ്യും, ശ്വാസകോശം ലങ്സ് എന്താവും, എക്സ്പാൻഡ് ചെയ്യൂലേ. അതെല്ലാം നമ്മൾ പേടിക്കുന്ന സമയത്ത് ഇല്ലേ, അതായത് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. അടുത്താണ് എന്ത്, ദഹന പ്രവർത്തനം മന്ദീഭവിക്കും, ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ചെയ്യും. അതായത് നമ്മൾ ദഹന പ്രവർത്തനമൊക്കെ എന്താവും, സ്ലോ ഡൗൺ ചെയ്യും. അതേപോലെ ഹോർമോൺ ഉൽപ്പാദനം കൂടും. എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്ന ഹോർമോണൊക്കെ ഉണ്ട് പേടിക്കുന്ന സമയത്ത്. നിങ്ങൾ അന്ന് പഠിക്കണ്ട, എന്താവും, ആ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു പഠിച്ചാൽ മതി. അടുത്താണ് എന്ത്, പെരിസ്റ്റാൾസിസ്, അതായത് കുടലിലൂടെ ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്, പെരിസ്റ്റാൾസിസ് സ്ഥലം. അതൊക്കെ എന്താവും, കുറയും. അടുത്ത മൂത്രം എന്താവും, റിട്ടേൺ യൂറിൻ, മൂത്രം അവിടെ നിലനിൽക്കും. അതാണ് പേടിക്കുന്ന സമയത്ത് നമുക്ക് എന്തിനു മുട്ടാറുണ്ട്, യൂറിൻ. അതല്ലേ നമ്മൾ സാറ്റ് കളിക്കുമ്പോൾ ഒളിച്ചിങ്ങ് നിൽക്കുക. അപ്പം നമ്മളടുത്ത് ആ ഒരാളിനെ ആളെ കാലടി ഇങ്ങനെ നമ്മളെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുട്ടൂലേ. അതിന് കാരണം എന്താ, അത് നമ്മളെ ബോഡി കരുതി അത് പേടിക്കുക, സിമ്പതറ്റിക് കരുതിക്കുക. ആ സിമ്പതറ്റിക് കരുതിയ സമയത്ത് നമ്മുടെ ബോഡി ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ. അപ്പോൾ അതിലൊന്നാണ് എന്ത്, മൂത്രം നിലനിർത്തുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേത്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പഠിക്കുക. ഓക്കെ, സെറ്റല്ലേ. ഇനി അടുത്താണ് എന്ത്, സ്പോണ്ടേനിയസ് റെസ്പോൺസ്, അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും, ആകസ്മിക പ്രതികരണം. അതായത് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് അറിയാതെ ഒരു കാല് ഒരു ആണിമേട് തട്ടി. അപ്പോൾ നമ്മളെന്താവും, പെട്ടെന്നാണ് കാല് വലിക്കൂലേ. ആ വലിക്കണതിന് പറഞ്ഞ പേരാണ് സ്പോണ്ടേനിയസ് റെസ്പോൺസ്, അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും. ആകസ്മികം പറഞ്ഞാൽ എന്താ, വിചാരിക്കാൻ സമയത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് അല്ലേ. അപ്പോൾ എന്താണ്, റിഫ്ലക്സ് ആക്ഷൻ ആർ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കർ സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് സ്റ്റിമുലൈ. അതായത് ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും. ആകസ്മികം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ സമയത്തല്ലേ ആണി കുത്തിയത്, നമുക്ക് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് റിഫ്ലക്സ് ആക്ഷൻ എന്നല്ല പറയാം. നമ്മൾ അറിയാത്ത സമയത്ത് എന്താവും, നമ്മൾ പെട്ടെന്ന് വലിക്കല്ലേ, അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യണതാണ് വലിക്കണേ. അതായത് ആണിതാ കാലാട്ടത്, ആണി ചവിട്ടി, ഓ ആണിയാണല്ലേ എന്തായാലും വലിച്ചേക്കാം, അങ്ങനെയല്ലേ വലിക്കണേ, പെട്ടെന്നാണ് വലിക്കുക. അത് നമ്മളെ കൺട്രോൾ അല്ലാത്ത, അതിന് വിളിക്കുന്ന പേരാണ് ഇൻവോളണ്ടറി, അനൈച്ഛികം. ഇതിന് വിളിക്കുന്ന പേരെന്ത്, സ്പോണ്ടേനിയസ്. ഓക്കെ, എന്താണ് സ്പോണ്ടേനിയസ്? ഈ സമയത്ത് ഒരാണി ഇപ്പോൾ കാലുമ തട്ടി, അല്ലെങ്കിൽ എന്താണ് ഒരു ചൂടുള്ളൊരു മെഴുകുതിരി, അതിന് നമ്മൾ തന്നെ അറിയാതെ കൈ എത്തുമ്പോൾ പെട്ടെന്ന് വലിക്കൂലേ. ആ ഒരു സമയത്ത് ആയിക്കൂടെ മെസ്സേജ് പോയിട്ടുണ്ടാവുമല്ലോ. മെസ്സേജ് പോയാൽ അതിന് മൊത്തം വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. എന്താണ്, റിഫ്ലക്സ് ആർക്ക്. അതിന് വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. ഒരു റിഫ്ലക്സ് ആർക്കിൻ്റെ ചിത്രമാണ്. ആദ്യം എന്താണ്, ഗ്രാഹി, എവിടെയാണോ മെഴുകുതിരി തട്ടി അതിന് സ്വീകരിച്ച ഭാഗമാണ് റിസപ്റ്റർ, ഗ്രാഹി. അവിടെ നിങ്ങൾ കൊണ്ടുപോകണ പോലെയാണ് സെൻസറി ന്യൂറോൺ. സാർ പറഞ്ഞില്ലേ, ഇവിടുന്ന് ബ്രെയിൻ ടു സ്പൈനൽ കോഡ് കൊണ്ടുപോകണ സെൻസറി ന്യൂറോൺ, സംവേദ ന്യൂറോൺ. അവിടെ നേരെ എടുക്കെത്തി സ്പൈനൽ കോഡിലെ ഇന്റർ ന്യൂറോൺക്ക് എത്തി, അവിടെ എടുക്കെത്തി മോട്ടോർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺക്ക് എത്തി, അവർക്കെത്തി പേശിക്കെത്തി. ഈ ഫ്ലോ ചാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, ഇതൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഇതൊക്കെ ജനറലായിട്ട് തന്നെ മക്കൾ ചോദിക്കണം. അതേപോലെ തന്നെയാണ് കളിക്കുന്ന സമയത്ത് എന്താവുക, പ്രിക്കോഷൻസ്, അതിന് വേണ്ട എന്താണ് ഏർപ്പാടുകൾ, ആവശ്യമായ മുൻകരുതലൊക്കെ എന്താവുക, മുൻകരുതലുകൾ എടുക്കുക. അതേപോലെ തന്നെ എന്താവുക, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കളിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതൊക്കെ ഒഴിവാക്കാം. ഇതൊക്കെ എൻ്റെ മക്കൾ നോക്കുക. അടുത്ത് അതേപോലെ തന്നെ നല്ല പ്രോപ്പറായി ഉറങ്ങുക. 8 to 10 hours ഒക്കെ എന്താവുക, പ്രോപ്പറായി ഉറങ്ങുന്നതൊക്കെ നമ്മൾ നെർവസ് സിസ്റ്റം നല്ല പോലെ നടക്കാൻ സഹായിക്കും. ഇത്ര എൻ്റെ മക്കൾക്ക് സെറ്റാണോ? ഇനി നമ്മൾ ഓരോ നെർവസ് സിസ്റ്റം എന്താണ്, ഡിഫറെൻറ്റ് ഓർഗാൻസ്, വിവിധ ജീവികളുടെ നാഡീവ്യവസ്ഥ നോക്കുക. ആദ്യം നമുക്ക് ഹൈഡ്ര നോക്കുന്ന സമയത്ത് ഓൽക്കൊരു മസ്തിഷ്ക സുഷുമ്നി ഒന്നുമില്ല. ഓൽക്ക് എന്താ, ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. ഓൽക്ക് എന്താണ്, ഒരു നാഡീജാലിക കാണപ്പെടുക. അതാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രയിൽ. അടുത്താണ് പ്ലാനേറിയ നോക്കുന്ന സമയത്ത് അവരുടെ തലഭാഗം, ഹെഡ് റീജിയനിൽ എന്തുണ്ട്, ഗാംഗ്ലിയ ഉണ്ട്. എന്തുണ്ട്, ഗാംഗ്ലിയ. അതാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യണത്, എല്ലാം ഏകോപിപ്പിക്കണത്. അടുത്ത് പാറ്റ, ഇൻസെക്റ്റിന് നോക്കുക, കോക്രോച്ചിനൊക്കെ നോക്കുന്ന സമയത്ത് ഓലെ മസ്തിഷ്കം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരെന്താണ്, വികാസം പ്രാപിച്ചതായിട്ടുള്ള എന്തുണ്ട്, മസ്തിഷ്കമുണ്ട്. ആ മസ്തിഷ്കത്തിന് താഴെയായിട്ട് ഇവർക്കുണ്ട് ഓരോ അറകൾ കണ്ടങ്ങൾ,
ഓരോ അറകൾ, ഈ ഓരോ അറകളിലും ഓരോ എന്തുണ്ട്, ഗാംഗ്ലിയോൺസ് ഉണ്ട്. അങ്ങനെ എന്തായി, ഈ ഇൻസെക്റ്റിന്റെ ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഇത്ര എൻ്റെ മക്കൾക്ക് സെറ്റ് അല്ലേ? ഞാൻ സാറ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം, അതിന് ആൻസർ എൻ്റെ മക്കൾ എന്താവുക കമൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തോളി എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ മക്കളോട് ആദ്യം പറയാനുള്ളത്, ഈ സാധനം എല്ലാവരും ഞാൻ ലൈവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ അത് കേട്ടിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാലേ കൂടുതൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് റിവിഷൻ ആയിട്ട് എൻ്റെ മക്കൾ മാത്രം കാണുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താവുക ലൈക്ക് അയക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ എൻ്റെ മക്കൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കൾ ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ മക്കൾ ആരാണ് കറക്റ്റ് ആൻസർ ചെയ്യണം നോക്കട്ടെ. നോക്കിക്കോ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ബ്രെയിൻ സ്റ്റെം. അതായത് താഴെ തന്നിരിക്കുകയിൽ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമല്ലാത്തത് ഏത്? ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമല്ലാത്തത് ഏത്? ഒന്നാണ് മെഡുല ഒബ്ലോങ്കേറ്റ, മിഡ് ബ്രെയിൻ, തലാമസ്, പോൺസ്. ഇത് നോക്കിയിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നെ മക്കൾ കറക്റ്റ് ആരാണ് ആൻസർ ചെയ്താണ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ നമ്മളെ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെ മക്കൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണട്ടോ. അപ്പോൾ നമ്മൾ ലൈവ് വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ട്, ഇതൊരു റിവിഷൻ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ മക്കൾ എന്താവുക, സ്നേഹമുള്ളവർ എനിക്ക് എന്താവുക ആ ലൈക്ക് ബട്ടൺ കൂടി കൊടുത്തിട്ട് സാറിൻ്റെ ഈ ഒരു ക്ലാസ് സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കും എന്താവുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.